ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാൻ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ എന്ന നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ അങ്ങനെ ആ സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ, അതോടൊപ്പം തന്നെ സിനിമയുടെ തമിഴ്നാട് ഇതുവരെയുള്ള ഗ്രോസ് കളക്ഷൻ, കർണാടക ഗ്രോസ് കളക്ഷൻ, കൂടാതെ നോർത്ത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ എമ്പുരാൻ എന്ന സിനിമയുടെ നോർത്ത് ഇന്ത്യൻ മേഖലകളിലെ ഹിന്ദി പതിപ്പിന്റെ എല്ലാം തന്നെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിനേക്കാൾ കൂടുതൽ ഓഫ്ലൈൻ പ്രൊമോഷനുകൾ എമ്പുരാന് വേണ്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയത് ഹിന്ദി മാധ്യമങ്ങൾക്കും അവിടെ മുംബൈയിലും ഒപ്പം തന്നെ ഡൽഹിയിലെല്ലാം തന്നെ ആയിരുന്നല്ലോ. ഇപ്പോഴത് അതിനൊത്ത ഒരു കളക്ഷൻ സിനിമ അവിടെ നേടിയെടുത്തിരിക്കുകയാണ്. 7 കോടി ഹിന്ദി മേഖലയിൽ സിനിമ നെറ്റ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ 8,30,00,000 എന്ന മികച്ചൊരു ഗ്രോസ് കളക്ഷനിലേക്ക് 10 ദിവസങ്ങൾ കൊണ്ട് എമ്പുരാൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ 8,30,00,000-ൽ 5,90,00,000 സിനിമയുടെ മലയാളം പതിപ്പ് അവിടെ നേടിയെടുത്ത കളക്ഷനാണ്. ഹിന്ദി മേഖലയിൽ മലയാളം പതിപ്പിലൂടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് നമ്മുടെ എമ്പുരാൻ മാറിയിരിക്കുന്നു. എന്നാൽ ആകെ മൊത്തം നോർത്ത് ഇന്ത്യൻ മേഖലയിലെ കളക്ഷനിലെ മാർക്കോയ്ക്ക് ശേഷം ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന മലയാളം സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കർണാടക തമിഴ്നാട് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിലാണല്ലോ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച കളക്ഷൻ എമ്പുരാൻ നേടിയെടുത്തത്. കർണാടകത്തിൽ നിന്ന് മാത്രം 11,42,00,000 രൂപയാണ് സിനിമയുടെ ആകെ ഗ്രോസ് കളക്ഷൻ. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചെറിയ പ്രതിഷേധമെല്ലാം തന്നെ സിനിമയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടും സിനിമ 8,10,00,000 എന്ന ഗ്രോസ് കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിലും എമ്പുരാൻ നേടിയെടുത്തു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആകെ 10 ദിവസങ്ങൾ കൊണ്ട് വളരെ മികച്ചൊരു കളക്ഷൻ തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പറയുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമ പരാജയപ്പെട്ടു എന്നൊക്കെ. ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും പല പ്രമുഖരുടെ പോസിറ്റീവ് ലഭ്യമായ സിനിമകളുടെ ഫൈനലിനേക്കാൾ കൂടുതൽ കളക്ഷൻ എമ്പുരാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. 35 കോടിയിലേക്ക് എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അടുക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള എമ്പുരാൻ കളക്ഷനായിട്ട്.